ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും SR ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൂട്ടുകാരുടെ ഇളം കാറ്റ് തെല്ലെന്ന് തൊട്ടാൽ എന്ന് പറയുന്ന മലയാളം കേരള പാഠാവലി പാഠപുസ്തകത്തിലെ രണ്ടാമത്തെ ഭാഗമാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഒരു ദിനാന്ത സഞ്ചാരം, മനോഹരമായൊരു കവിതാ സമാഹാരമാണിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. സാഹിത്യമഞ്ജരിയിൽ നിന്നെടുത്ത വള്ളത്തോൾ നാരായണ മേനോൻ്റെ ഒരു ഭാഗമാണ് നമ്മളിന്ന് പഠിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം കവിത ഈണത്തിൽ ചൊല്ലാം, അതിനുശേഷം നമുക്കതിൻ്റെ അർത്ഥം നോക്കാം. അതിനുശേഷമായി പാഠഭാഗത്തിൽ തന്നിരിക്കുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം. അപ്പോൾ കൂട്ടുകാരാരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസും കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് പാഠഭാഗത്തേക്ക് കടക്കാം. ഒരു ദിനാന്ത സഞ്ചാരം. പാഠഭാഗത്തിൻ്റെ ആദ്യ ഭാഗത്തായിട്ട് ചെറിയൊരു ഭാഗം കൊടുത്തിട്ടുണ്ട്, അതൊന്ന് വായിക്കാം. പ്രകൃതിയിലെ സുന്ദര ദൃശ്യങ്ങൾ പലതാണ്. പുളകം പോൽ കുന്നിൻ പുറത്ത് വീണ പുതുമൂടൽ മഞ്ഞിനെ മലയാള കവിത സുന്ദരമായി ആവിഷ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രകൃതിയിലെ പലതരം സുന്ദര ദൃശ്യങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. ഈ ഓരോ ചെറിയ പ്രതിഭാസങ്ങളെയും മലയാള കവിത വളരെ സുന്ദരമായി പുറം ലോകത്തിന് ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് കുന്നിൻ്റെ പുറത്ത് വീണ ഒരു മൂടൽ മഞ്ഞിനെ പുളകം പോലെ കുന്നിന് പുറത്ത് വീണതായി മലയാള കവിത വളരെ ഭാവാത്മകമായി വളരെ സുന്ദരമായി ആവിഷ്കരിച്ചിട്ടുണ്ട് എന്നിവിടെ ആദ്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമ്മളീ പഠിക്കാൻ പോകുന്ന കവിതാ സമാഹാരവും അത് തന്നെയാണ്. ചെറിയ ചെറിയ പ്രകൃതിയിലെ രൂപമാറ്റങ്ങളൊക്കെ വളരെയധികം ഭാവാത്മകമായി കവി ഇവിടെ ചിത്രീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് കവിത ഈണത്തിൽ ചൊല്ലാം. ഒരു ദിനാന്ത സഞ്ചാരം. ക്രമേണേ മേൽപോട്ടു പടുത്തു ചക്ര വാളത്തിൽ മുട്ടിച്ചൊരു കോട്ട പോലെ കിഴക്കുഭാഗത്തെ കലപ്പരന്നു കിടന്നിടും കുന്നിതു നന്നു കാൺമാൻ. ആദ്യത്തിലാരാൽ പുക പോലെ കണ്ട തടുത്തിടും നമ്മുടെ കാഴ്ചയിങ്കൽ മരങ്ങൾ പൂവല്ലികൾ മറ്റുമോരോന്നായി ക്രമാൽ വേറി തിരിയുന്നു ഭംഗ്യ. പ്രയേണേ പത്രങ്ങൾ നിറഞ്ഞു തിങ്ങി നിൽക്കുന്ന വലിയ തരുമണ്ഡലത്താൽ പരക്കെ നൽപ്പച്ച നിറം പെടുന്നി കുന്നെത്രയും കൺകുളിരേകിടുന്നു. ഇപ്പച്ച വർണ്ണത്തിനിടയ്ക്കിടയ്ക്കു ശില്പജ്ഞർ ചായപ്പണി ചെയ്ത പോലെ കാണപ്പെടുന്നുണ്ടു ചുകന്ന മണ്ണും രണ്ടിനുമേറെ പ്രഭ ചേറുമാറായി. മരങ്ങൾ തൻ പച്ചില പല്ലവങ്ങൾ പുഷ്പങ്ങൾ പുല്ലെന്നിവയിലെല്ലാം ഇപ്പോക്കുവയിലേൽക്കുവയാൽ വിചിത്ര വർണ്ണം വഹിക്കുന്നിതു കുന്നിതേറ്റും. ചിലയുടെ മച്ചാധന ശൂന്യമായും ചിലയിടമോരോ മുകിലാൽ മറഞ്ഞും താനും ചിലയിടം ചില ദിക്കുയർന്നും നാനാപ്രകാരം വിലസുന്നു ശൈലം. പത്രങ്ങളെ കൊട്ടിട്ടിളകുന്ന വൃക്ഷ ലതാഗണത്തിൽ പഴുതിങ്കലൂടെ ഇളങ്കറുപ്പേന്തിടും അമ്പരാന്തം കാണുന്നിതങ്ങേ പുറമാഴി പോലെ. സാഹിത്യമഞ്ജരി ഒന്നാം ഭാഗം, വള്ളത്തോൾ നാരായണ മേനോൻ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വള്ളത്തോൾ നാരായണ മേനോൻ എഴുതിയ മനോഹരമായൊരു കവിതാ സമാഹാരമാണ് നമ്മൾ വായിച്ചതല്ലേ. ഇനി നമുക്ക് കവിതയിൽ ഒത്തിരി വാക്കുകൾ നമുക്ക് മനസ്സിലാകാത്തതായിട്ടുണ്ടല്ലേ. അപ്പോൾ ആ വാക്കുകൾ ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം. ചക്രവാളം, ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ചക്രവാളം എന്താണ്? ചക്രവാളത്തിൻ്റെ അർത്ഥം വൃത്താകൃതിയിൽ പരന്നു കിടക്കുന്ന ആകാശമണ്ഡലത്തെയാണ് ചക്രവാളം എന്നുകൊണ്ട് പറയുന്നത്. അപ്പോൾ ക്രമേണ മേൽപോട്ട് കിടക്കുന്ന വൃത്താകൃതിയിൽ പരന്നു കിടക്കുന്ന നമ്മുടെ ആകാശമണ്ഡലത്തിൽ മുട്ടിക്കുന്ന ഒരു കോട്ട പോലെ കിഴക്ക് ഭാഗമാകെ പരന്നു കിടക്കുന്ന കുന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട്, നന്നു കാണുവാൻ നല്ല ഭംഗിയുണ്ട് എന്നാണ് കവി പറയുന്നത്. അടുത്തു നോക്കിയേ, ആദ്യ കാഴ്ചയിൽ നമുക്കൊരു ചെറിയ പുക പോലെ കാണുന്ന ദൃശ്യങ്ങൾ അടുത്തടുത്ത്
കണ്ട് അത് നമ്മൾ അടുത്തടുത്ത് പോകുന്തോറും നമ്മുടെ കാഴ്ചയിൽ വളരെ ഭംഗിയുള്ള മരങ്ങളായും അതുപോലെ തന്നെ പൂവല്ലി എന്ന് പറഞ്ഞാൽ പൂത്തു നിൽക്കുന്ന വള്ളിച്ചെടികൾ. അപ്പോൾ മരങ്ങളും പൂവല്ലികളുമാണ് അവിടെ നന്നായി ഭംഗിയിൽ നിൽക്കുന്നത്. ആദ്യം നമുക്ക് കണ്ടാൽ ഒരു പുക പോലെയാണ് അത് തോന്നുക. എന്നാൽ അടുത്തടുത്ത് പോകുന്തോറും അത് വളരെ ഭംഗിയുള്ള മരങ്ങളും പൂവല്ലികളുമാണെന്ന് കവി പറയുന്നു. അടുത്ത് നോക്കിയേ, പ്രായേണെ. നമ്മൾ കേൾക്കാത്തൊരു വാക്കാണ് പ്രായേണെ. അർത്ഥം എന്താ? മിക്കവാറും പത്രങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന വലിയ തരുമണ്ഡലത്താൽ. അപ്പോൾ പത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം നമ്മുടെ ചിന്ത ഓടിപ്പോകുന്നത് എവിടേക്കാണ്? നമ്മൾ ദിനാന്തരമായിട്ട് വായിക്കുന്ന പത്രത്തിലേക്കാണ്. ഇവിടെ പത്രം എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇലകൾ എന്നാണ്. അപ്പോൾ മിക്കവാറും ഇലകൾ നിറഞ്ഞു നിൽക്കുന്ന വലിയ തരുമണ്ഡലം എന്ന് പറഞ്ഞാലോ, വല്ലി എന്ന് പറഞ്ഞാൽ വള്ളികൾ അല്ലേ? ഈ വൃക്ഷങ്ങളിലൊക്കെ പടർന്നു കിടക്കുന്ന വള്ളികൾ. തരു എന്ന് പറഞ്ഞാൽ എന്താണ്? വൃക്ഷം. വലിയ തരുമണ്ഡലത്തിൽ. അപ്പോൾ ഈ വൃക്ഷങ്ങളിൽ വളഞ്ഞു കിടക്കുന്ന വള്ളികൾ വളരെയധികം മനോഹരമായ പച്ച നിറം ഈ കുന്നിൽ നൽകുന്നുണ്ട്. അത് വളരെയധികം കൺകുളിരേകുന്ന ഒരു കാഴ്ച തന്നെയാണെന്ന് കവി പറയുന്നു. അടുത്ത് നോക്കിയേ, ഈ പച്ചവർണ്ണത്തിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ശില്പഞ്ഞർ എന്ന് പറഞ്ഞാൽ ആരാണ്? ശില്പി. കൊത്തുപണിയൊക്കെ ചെയ്യുന്നവരെ നമ്മൾ ശില്പികളെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ശില്പികൾ ചായപ്പണി ചെയ്തതുപോലെ മരങ്ങളുടെ പച്ച നിറത്തിനിടയിൽ ചുവന്ന മണ്ണ് കാണപ്പെടുന്നു എന്നും ഇത് പ്രകൃതിയിലെ സുന്ദരമായ കാഴ്ചയെ ശില്പിയുടെ കരവിരുതിനോട് കവി എന്ത് ചെയ്യുകയാണ്? അതെ, സാദൃശ്യപ്പെടുത്തുകയാണ്. ഇവിടെ ഒരു വാക്യമാണ് ശില്പഞ്ഞർ. ഇവിടെ നമുക്ക് മനസ്സിലാവാത്ത അർത്ഥം എന്താണ്? ശില്പഞ്ഞർ എന്ന് പറഞ്ഞാൽ ശില്പികൾ, ശില്പത്തെക്കുറിച്ച് അറിവുള്ളവരാണ് കേട്ടോ. അടുത്ത 4 വരി നോക്കാം. പല്ലവം എന്താണ്? തളിരിലകളെയാണ് പല്ലവങ്ങൾ എന്ന് പറയുന്നത്. പുഷ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, പൂക്കളാണ് അല്ലേ? പോക്കുവെയിൽ. ഇവിടെ കാണാം നമുക്ക് പോക്കുവെയിൽ ഏൽക്കുകയാൽ വിചിത്രവർണ്ണം വഹിക്കുന്നത് കുന്നിതേറ്റം. അപ്പോൾ പോക്കുവെയിൽ എന്ന് പറഞ്ഞാൽ എന്താ? വൈകുന്നേരത്ത് വരുന്ന ഒരു സൂര്യൻ്റെ കിരണങ്ങളെയാണ് പോക്കുവെയിൽ എന്ന് പറയുന്നത്. അപ്പം മരങ്ങളുടെ പച്ചിലകളിൽ അതുപോലെ തന്നെ തളിരിലകളിലും പുഷ്പങ്ങളിലും വള്ളികളിലും എല്ലാം, വള്ളി എന്ന് പറയുമ്പോഴത്തേന് എന്താ? അതെ, വള്ളികളിലൂടെയൊക്കെ ഈ ഒരു പോക്കുവെയിൽ അല്ലെങ്കിൽ വൈകുന്നേരത്തെ ഈ വെയിൽ കുന്നിലേക്ക് വന്ന് വീഴുമ്പോൾ അത് വളരെയധികം വിചിത്രമായൊരു വർണ്ണം, മഴവില്ലിൻ്റെ വർണ്ണം അവിടെ വിതറുന്നത് കാണാമെന്ന് കവി പറയുന്നു. അടുത്ത് ഇവിടെ നോക്കി, ചിലയിടം ആച്ഛാദന ശൂന്യം എന്ന് പറഞ്ഞാൽ മറവില്ലാത്തത്. അപ്പോൾ ആച്ഛാദനം മറയുന്നത്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ മറയപ്പെട്ടുന്നതും എന്നാൽ ചില സ്ഥലത്ത് മറഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ ചില സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നു? മുകിലെന്ന് പറഞ്ഞാൽ മേഘത്താൽ മറയുന്നു. അങ്ങനെ വളരെ മനോഹരമായി പല വിധത്തിൽ കുന്ന് അല്ലെങ്കിൽ പർവ്വതം, ശൈലം എന്ന് പറഞ്ഞാൽ കുന്ന് അല്ലെങ്കിൽ പർവ്വതം വിലസുകയാണെന്നും കവി പറയുന്നു. അടുത്ത് നോക്കിയേ, പത്രങ്ങൾ ഒട്ടിയിളകുന്ന. പത്രങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ഇലകളാണ്. വൃക്ഷലതാഗണം, വൃക്ഷങ്ങളുടെ കൂട്ടമാണ് വൃക്ഷലതാഗണം എന്ന് പറയുന്നത്. അപ്പോൾ ഇളം കറുപ്പ് നിറമുള്ള ആകാശം മരങ്ങളുടെ ഇലകളിലൂടെ കാണുമ്പോൾ നമുക്ക് കടൽ പോലെയാണ് ആദ്യം കാണുന്നത്. അമ്പരാന്തം ആകാശം, ആഴി സമുദ്രം അല്ലെങ്കിൽ കടൽ. അപ്പോൾ ഇളം കറുമ്പ് ഏന്തി നിൽക്കുന്ന ആകാശം നമുക്ക് ഈ ഇലകളാൽ ചുറ്റപ്പെട്ട് നിൽക്കുന്ന വൃക്ഷങ്ങളുടെ ഇടകളിലൂടെ നോക്കുമ്പോൾ അത് കാണുന്നത് എങ്ങനെയാണ്? കടൽ പോലെ കാണുന്നു എന്നാണ് കവി പറയുന്നത്. സന്ധ്യാസമയത്തെ കറുപ്പ് കലർന്ന ആകാശത്തെ കടലിനോട് സാദൃശ്യപ്പെടുത്തിയാണ് കവി ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ വളരെ മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളെ സാദൃശ്യകൽപ്പനയിലൂടെ ആവിഷ്കരിക്കുകയാണ് കവി ഈ കവിതയിലൂടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കവിത പറഞ്ഞു, കവിതയിലെ അർത്ഥങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം വായിക്കാം, പറയാം. ചോദ്യം: കുന്ന് കണ്ണിന് കുളിരേകുന്നത് എങ്ങനെയാണ്?
ഉത്തരം നോക്കൂ. ഇലകളാൽ മൂടപ്പെട്ട മരങ്ങളും വള്ളികളും കൊണ്ട് തന്നെ കുന്ന് പച്ച നിറത്തിൽ കാണപ്പെടുന്നു എന്നാണ് കവി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ മനോഹരമായ കാഴ്ച കണ്ണിന് കുളിരേകുന്നു എന്ന് കവി പറയുന്നു. രണ്ടാമത്തെ ചോദ്യം, കുന്നിന് വിചിത്ര വർണ്ണം ലഭിക്കുന്നത് എപ്രകാരമാണ്? ഉത്തരം നോക്കൂ. ഇലകളാൽ മൂടപ്പെട്ട മരങ്ങളും വള്ളികളും കൊണ്ട് തന്നെ കുന്ന് പച്ച നിറത്തിൽ കാണപ്പെടുന്നു. ഈ മരങ്ങളുടെ പച്ചിലകളും തളിരിലകളും പൂക്കളും പുല്ലുകളും എല്ലാം പോക്കുവെയിലിൻ്റെ കിരണങ്ങൾ ഏൽക്കുമ്പോൾ വളരെയധികം വർണ്ണങ്ങൾ കാണപ്പെടുന്നു എന്ന് കവി പറയുന്നു. ഇപ്രകാരം കുന്നിന് വിചിത്ര വർണ്ണം ലഭിക്കുന്നു എന്നും കാണാം. അടുത്ത ചോദ്യം, ആഴി പോലെ കാണപ്പെടുന്നത് എന്താണ്? ഉത്തരം എഴുതിക്കോളൂ. സന്ധ്യാസമയത്തെ ആകാശം കാണുമ്പോൾ കടൽ പോലെ കാണുന്നു എന്നാണ് കവി പറയുന്നത്. അതുപോലെയാണ് ഇളകിയാടുന്ന ഇലയ്ക്കും മരങ്ങൾക്കും വള്ളികൾക്കും ഇടയിലൂടെ നോക്കുമ്പോൾ കാണുന്ന ഇളം കറുപ്പുള്ള ചക്രവാളമാണ് ആഴി പോലെ കാണപ്പെടുന്നതെന്ന് കവി പറയുന്നു. അടുത്ത് നോക്കി, സാദൃശ്യ ഭംഗി കണ്ടെത്താം. കാവ്യഭാഗത്ത് കുന്നിനെയും കോട്ടയെയും പോലെ എന്ന പ്രയോഗം കൊണ്ട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. ഈ രീതിയിൽ പോലെ ഉപയോഗിച്ച് സാദൃശ്യപ്പെടുത്തിയ കൂടുതൽ വരികൾ കവിതയിൽ നിന്ന് നമുക്ക് കണ്ടെത്തി വിശദീകരിക്കാം. കൂട്ടുകാർ കണ്ടെത്തിയ വരികൾ സാദൃശ്യ ഭംഗിയെക്കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കി എഴുതണം കേട്ടോ. എഴുതാം. ഒന്നാമത്തേത്, ക്രമേണ മേൽപോട്ടു പടുത്തു ചക്രവാളത്തിൽ മുട്ടിച്ചൊരു കോട്ട പോലെ. ഇവിടെ പറഞ്ഞിട്ടുള്ള അതേ വാക്യം തന്നെയാണ്. നോക്കാം. കിഴക്കു ഭാഗത്ത് ഉയർന്നു നിൽക്കുന്ന കുന്നിനെ മേൽപോട്ടുയർത്തി ആകാശം മുട്ടി നിൽക്കുന്ന ഒരു വലിയ കോട്ടയോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുകയാണ് കവി ഇവിടെ ചെയ്യുന്നത്. കുന്നുപോലെ അല്ലെങ്കിൽ കുന്ന് കോട്ട പോലെ ഉയർന്നു നിൽക്കുന്നുവെന്ന് സാദൃശ്യ കൽപ്പന കാവ്യഭംഗിയാണെന്ന് കവി വിശേഷിപ്പിക്കുന്നു. രണ്ടാമത്തേത്, വരികൾ തടുത്തിട്ട് നമ്മുടെ കാഴ്ചയെങ്കിൽ ആദ്യം നോക്കുമ്പോൾ പുക പോലെ അവ്യക്തമായി കാണുന്ന കാഴ്ചകളെല്ലാം നമുക്ക് അടുത്ത് ചെന്ന് നോക്കുമ്പോൾ കൂടുതൽ വ്യക്തമായി കാണാൻ കഴിയുന്നെന്ന സൂചനയാണ് ഈ വാക്യങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത് നോക്കിയേ, ഇപ്പച്ച വർണ്ണത്തിന് ഇടയ്ക്കിടയ്ക്ക് ശില്പഞ്ചർ ചായപ്പണി ചെയ്ത പോലെ കാണപ്പെടുന്നുണ്ട് ചുവന്ന മണ്ണും. ശില്പികൾ ചായപ്പണി ചെയ്തതുപോലെ മരങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ പച്ച മരങ്ങളുടെ നിറത്തിന് ഇടയിൽ കൂടെ ചുവന്ന മണ്ണ് കാണപ്പെടുന്നതിനെയാണ് കവി ഇവിടെ ചിത്രീകരിക്കുന്നത്. അടുത്ത ചോദ്യം, ആൽബം തയ്യാറാക്കാം. കുന്നുകളുടെ വ്യത്യസ്ത സമയങ്ങളിലെ വിദൂര ദൃശ്യങ്ങൾ, സമീപ ദൃശ്യങ്ങൾ എന്നിവ മൊബൈലിൽ പകർത്തി ഒരു ഡിജിറ്റൽ ആൽബം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരും നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകുമ്പോൾ കാണുന്ന കുന്നുകളുടെ ദൃശ്യങ്ങളൊക്കെ ഇതുപോലെ ക്യാമറയിലോ ഫോണിലോ ഒക്കെ പകർത്തിയ ശേഷം പ്രിൻ്റ് ചെയ്ത് നമുക്ക് ആൽബം തയ്യാറാക്കാനായിട്ട് കഴിയും കേട്ടോ. അപ്പോൾ ഇതുപോലെ കൂട്ടുകാർ ചെയ്ത് നോക്കാം. അടുത്ത് നോക്കി, ചിത്രം വരയ്ക്കാം. പ്രായേണ പത്രങ്ങൾ നിറഞ്ഞു തിങ്ങി നിൽക്കുന്ന വലിയ തരുമണ്ഡലത്താൽ പരക്കെ നൽപച്ച നിറം പെടുന്നീ കുന്നിനെത്രയും കൺകുളിരേക്കിടുന്നു. വരികളിലെ ആശയം, മനോഹരിത എന്നിവ നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു അല്ലേ. പരക്കെ നൽപച്ച നിറം തൂക്കി നിൽക്കുന്ന ഒരു കുന്നിൻ്റെ ചിത്രം നമുക്ക് വരച്ചോളൂ. ഇതുപോലെ കൂട്ടുകാരും വരച്ചു നോക്കണം കേട്ടോ. അടുത്ത് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാം. ഇവിടെ സത്യചന്ദ്രൻ പൊയ്ക്കാവിൻ്റെ കുട്ടിക്കവിതകളിൽ നിന്നെടുത്ത ഒരു ചെറിയ ഭാഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മലയാളം കേൾക്കാൻ വായോ. അപ്പോൾ ഇതൊന്ന് കൂട്ടുകാർ നന്നായി വായിച്ചു നോക്കുക. അതിനുശേഷം നമുക്ക് ആസ്വാദനം എഴുതാം. ഈ കവിത വിശകലനം ചെയ്ത് ആശയഭംഗി, പ്രയോഗഭംഗി തുടങ്ങിയവ ഉൾപ്പെടുത്തി ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. കൂട്ടുകാർ തയ്യാറാക്കിയ കുറിപ്പ് സഹപാഠികളുടെ രചനയുമായി ഒത്തുനോക്കി ചർച്ച ചെയ്ത് അധ്യാപകരുടെ സഹായത്തോടുകൂടെ മെച്ചപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. മലയാള ഭാഷയെയും നമ്മുടെ കേരളത്തെയും കുറിച്ച് പറയുന്ന സത്യം പൊയ്ക്കാവിൻ്റെ മലയാളം കേൾക്കാൻ വായോ എന്ന കവിതയാണ് നമുക്കിവിടെ നൽകിയിരിക്കുന്നത്. മലയാളം കേൾക്കാനും മാമലകൾ കാണാനും കവി നമ്മെ ക്ഷണിക്കുന്നു. മഴ പെയ്തു നിറഞ്ഞൊഴുകുന്ന പുഴയുടെ മയിലാട്ടം കാണാനും സുന്ദരമായ ഈ നാട്ടിലെ വസന്തകാലം കാണാനുമൊക്കെ കവി നമ്മെ മാടി വിളിക്കുന്നു. മനസ്സിൻ്റെ തീരത്ത് മനോഹരമായ പാട്ടുകൾ തീർക്കാനായി വന്നോളൂ എന്നും കവി പറയുന്നു. പൊന്നോണക്കാലത്ത് വയലിൽ വീശുന്ന കാറ്റിൽ ഒന്നിച്ച് നടക്കാനും കവി നമ്മെ ക്ഷണിക്കുന്നുണ്ട്. നമ്മുടെ സ്വന്തം നാടിനെയും മലയാള ഭാഷയും സ്നേഹിക്കുന്ന കവിയാണ് നമുക്ക് ഈ കവിതയിൽ കാണാൻ കഴിയുന്നത്. മാതൃഭാഷയുടെ ശ്രേഷ്ഠതയും ഈ കവിതയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഒത്തുചേരലിൻ്റെയും ഒരുമയുടെയും കൂടെ മഹത്തായ ഒരു സന്ദേശവും ഈ കവിത നമുക്ക് പ്രതിനിധാനം ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ കൂട്ടുകാരെ, നമ്മളിന്ന് ഒരു ദിനാന്ത സഞ്ചാരം എന്ന് പറയുന്ന മനോഹരമായൊരു കവിതാ സമാഹാരവും അതിലെ ചോദ്യോത്തരങ്ങളും ഒക്കെയാണ് പഠിച്ചത്. അപ്പോൾ കൂട്ടുകാർക്ക് ക്ലാസ്സുകൾ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.
കൂട്ടുകാർക്ക് ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരുമിച്ച് കാണാം. താങ്ക്